32ാമത് സിനഡിൻ്റെ ഒന്നാം സമ്മേളനം ജനുവരി മാസം 8-ാം തീയതി മുതൽ ആരംഭിച്ചു. 8-ാം തീയതി ഒരു ദിവസം മുഴുവൻ പിതാക്കന്മാരെല്ലാവരും പ്രാർത്ഥനയിലും ധ്യാനത്തിലുമായിരുന്നു. അതിനുശേഷം 9-ാം തീയതിയാണ് സിനഡിൽ പുതിയ മേജർ ആർച്ച് ബിഷപ്പിന് വേണ്ടിയുള്ള തിരഞ്ഞെടുപ്പിൻ്റെ പ്രോസസ്സ് ആരംഭിച്ചത്. അഭിവന്യ മാർ റാഫേൽ തട്ടിൽ പിതാവ് ഇപ്പോൾ സംഷാബാദ് രൂപതയുടെ മെത്രാനായിരിക്കുന്ന, അതായത് സിറോ മലബാർ സഭയ്ക്ക് ഇന്ത്യ മുഴുവനുമുള്ള ജൂറിസ്ഡിക്ഷനിൽ പെടാത്ത മറ്റെല്ലാ സ്ഥലങ്ങളിലും ജൂറിസ്ഡിക്ഷൻ ഉള്ള രൂപതയാണ് ശംഷാബാദ് രൂപത. ശംഷാബാദ് രൂപതയുടെ ഇടയനായ അഭിവന്യ മാർ റാഫേൽ തട്ടിൽ പിതാവിനെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. വലിയ പ്രതീക്ഷയോടുകൂടെയാണ് തീർച്ചയായും തിരുസഭ, പ്രത്യേകിച്ച് സിറോ മലബാർ സഭയും പൊതുസമൂഹവും അദ്ദേഹത്തിലൂടെ മുൻപോട്ടുള്ള ഭാവി പ്രവർത്തനങ്ങളെയും നോക്കിക്കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം അദ്ദേഹത്തിൻ്റെ പേര് റോമിലേക്ക് അഭിവന്യ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് സമർപ്പിക്കപ്പെട്ടു. ഏതാനും നിമിഷങ്ങൾക്ക് മുൻപാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ അതിന് അംഗീകാരം നമുക്ക് നൽകിയത്. അതിനെ തുടർന്നാണ് സിറോ മലബാർ സഭയുടെ ആസ്ഥാന കാര്യാലയമായ കാക്കനാട് മൗണ്ട് സെൻറ്റ് തോമസിൽ വെച്ച് മാർ റാഫേൽ തട്ടിൽ പിതാവിനെ സിറോ മലബാർ സഭയുടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പായി പ്രഖ്യാപിച്ചത്. ഇതിനെ തുടർന്ന് ഇനിയുള്ള നടപടിക്രമമെന്ന് പറയുക, നാളെ ഉച്ച കഴിഞ്ഞ്, അതായത് 11-ാം തീയതി ജനുവരി മാസം 2024 വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞ് 2:30 മണിക്ക് കാക്കനാട് മൗണ്ട് സെൻറ്റ് തോമസിലുള്ള സിറോ മലബാർ സഭയുടെ ആസ്ഥാന കാര്യാലയത്തിൽ വെച്ച് അഭിവന്യ റാഫേൽ തട്ടിൽ പിതാവിൻ്റെ സ്ഥാനാരോഹണ ചടങ്ങ് നടക്കുന്നതാണ്. ആ ചടങ്ങിലേക്കും എല്ലാവരെയും, പ്രത്യേകിച്ച് ക്ഷണിക്കപ്പെട്ട അതിഥികളായി വരുന്നവരെയും നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഈ സിനഡിന് തുടർന്നുള്ള ചർച്ചകളെക്കുറിച്ചുള്ള അജണ്ടകൾ തീരുമാനിച്ച് പ്രഖ്യാപിക്കപ്പെട്ടതുപോലെ ശനിയാഴ്ച വരെ സിനഡിൻ്റെ ചർച്ചകൾ തുടരും. ശനിയാഴ്ച വരെയും അഭിവന്യ പിതാക്കന്മാർ ഇവിടെ ഉണ്ടായിരിക്കുകയും ചെയ്യും. ഇതിൽ വോട്ടെടുപ്പിൽ എങ്ങനെയാണ് പേരുകൾ, ആർക്കൊക്കെ വോട്ട് ചെയ്യണം എന്ന പേര് എങ്ങനെയാണ് സഭ തീർത്തും ജനാധിപത്യപരമായ രീതിയിലാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെയും ഇതിന് സ്ഥാനാർത്ഥികളില്ല, ക്യാൻവാസ് ഇല്ല. 80 വയസ്സിൽ താഴെ പ്രായമുള്ളവർക്കാണ് വോട്ടവകാശമുള്ളത്. എന്നാൽ ഒരു വൈദികനാണെങ്കിലും ഒരു ബിഷപ്പാണെങ്കിലും ഒരു ആർച്ച് ബിഷപ്പാണെങ്കിലും ഈ സ്ഥാനത്തേക്ക് വരാൻ യോഗ്യനാണ് എന്ന കാരണം കൊണ്ട് തന്നെ ആരുടെയും പേരുകൾ പ്രഖ്യാപിക്കുന്ന പരിപാടി പൊതുവേ സഭയിലില്ല. ഇത്തവണയും അത് സംഭവിച്ചിട്ടില്ല. ഇത്തവണയും പതിവ് പോലെ തന്നെ മേജർ ആർച്ച് ബിഷപ്പിനെ തിരഞ്ഞെടുത്തത് മനസാക്ഷി വോട്ടനുസരിച്ച് സിനഡ് പിതാക്കന്മാർ എഴുതി കൊടുത്ത പേരുകളിൽ ഏറ്റവും കൂടുതൽ പേരുകൾ പിന്തുണച്ചതും 3/2 ഭൂരിപക്ഷത്തോടെ തിരഞ്ഞെടുക്കപ്പെട്ടതും അഭിവന്യ റാഫേൽ തട്ടിൽ പിതാവാണ്. ഇതാണ് അതിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്രകാരമുള്ള തിരഞ്ഞെടുപ്പിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് പുറത്ത് പറയാൻ നമ്മുടെ നിയമങ്ങളും ചട്ടങ്ങളും അനുവദിക്കുന്നില്ല.